ഏറെക്കാലമായി ഇന്ത്യൻ സിനിമാ ലോകത്ത് പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഒന്നാണ് രാമായണത്തിന് നിതീഷ് തിവാരി ഒരുക്കുന്ന ദിശാവിഷ്കാരം. വൻപൻ താരനിരയും ബജറ്റുമായി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന ടാഗ് ലൈനോടാണ് രാമായണം ഒരുങ്ങുന്നത്. രൺബീർ കപൂർ, സായി പല്ലവി, യശ് എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ എത്തുന്നത്. രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ ട്രോളുകളിൽ ആദിപുരുഷ സിനിമ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ രാമായണത്തിൽ സീതയായി സായി പല്ലവി എത്തുന്നതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചില ആരാധകർ. സായി പല്ലവി സീതയാകാൻ അനുയോജ്യയല്ല എന്നാണ് പ്രധാന വിമർശനം. സിനിമ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാസ്റ്റിംഗിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സീതാദേവിയുടെ അരങ്ങേറ്റത്തിൽ ഇതിഹാസം പുനഃസൃഷ്ടിക്കുമ്പോൾ ദൈവം തിരഞ്ഞവർക്കൊപ്പം അവരുടെ യാത്രയ്ക്ക് ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നാണ് ട്രെയിലർ റിലീസിന് ശേഷം സായി പല്ലവി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചത്. സിനിമയിലെ ആകെ നെഗറ്റീവ് സായി പല്ലവിയുടെ വേഷമാണ്. സീതയെ സായി പല്ലവി മിസ്കാസ്റ്റ് ആണ്. സീതയാകാനുള്ള പ്രത്യേക ലുക്ക് സായി പല്ലവിക്കില്ല എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. സായി പല്ലവിക്ക് പകരം ഒരു പുതുമുഖത്തിന് റോൾ നൽകാമായിരുന്നു. കയാത് ലോഹർ ആയിരുന്നെങ്കിൽ കലക്കിയേനെ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്നാൽ സായി പല്ലവിയിൽ നിന്ന് ഇതുവരെ ഒരു മോശം പ്രകടനം ഉണ്ടായിട്ടില്ലെന്നും വിമർശിക്കുന്ന ശ്യാം സിംഗ് റോയ് സിനിമയുടെ നടിയുടെ പ്രകടനം ഒന്ന് കണ്ടു നോക്കൂ എന്നും മറുപക്ഷവും മറുപടി നൽകുന്നു. രണ്ടു ഭാഗങ്ങളിൽ ഒരുക്കുന്ന രാമായണത്തിന്റെ ആദ്യ ഭാഗം 2026 ദീപാവലിയിലും രണ്ടാം ഭാഗം 2027 ദീപാവലിയിലുമാണ് റിലീസ് ചെയ്യുന്നത്. ഇവർക്ക് പുറമെ സണ്ണി ഡിയോൾ ഹനുമാനും, ലാറ ദത്ത കൈകേയിയും, രാഹുൽ പ്രീത് സിംഗ് ശൂർപ്പണഖയും വേഷത്തിൽ എത്തുന്നു. ബോബി ഡിയോൾ കുംഭകർണനായും എന്നും സൂചനയുണ്ട്. നമിത് മൽഹോത്രയും യഷും ചേർന്നാണ് ചിത്രം നിർവഹിക്കുന്നത്. 835 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്ന് റിപ്പോർട്ട്.